അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നച്ചാ? എനിക്കറിയാം, ഗൗരിയും മുരളിയും ഭാർഗവി ആന്റിയും ഒക്കെ ഈ കുഞ്ഞിന്റെ വരവിനായി എന്തുമാത്രം കൊതിച്ചിരിക്കുമായിരുന്നു. ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ അമ്മ? അമ്മയാ, പറയാൻ പാടില്ല, എന്നാലും പറയുവാ. മുരളിയുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരിക്കണമായിരുന്നു അമ്മ ഇപ്പൊ കൊന്നേനെ. നീ എന്താ പറഞ്ഞേ? ഓ, അമ്മയോടെ നിൽക്കുന്നുണ്ടായിരുന്നോ? നീ പറഞ്ഞത് ഒന്നുകൂടി പറ. ഒന്നല്ല, 9 വട്ടം ഞാൻ പറയും. മുരളിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ അമ്മയെ കൊന്നേനെന്ന്. എന്താടി? സിദ്ധു എന്തിനാ എന്നെ തടയുന്നേ? ആ അഹങ്കാരിയുടെ കൊച്ചു പോയെങ്കിലേ അത് അവളുടെ നഷ്ടം. നമുക്കെന്താ? നീയൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. ഒരു ജീവനെ നശിപ്പിച്ചിട്ട് സംസാരിച്ചു. അച്ഛാ, സംസാരിക്കും. അച്ഛൊന്ന് സംസാരിക്കും, എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. എന്നെ മോളെന്ന് വിളിക്ക് പ്ലീസ്. അച്ഛ, ഒന്നുകൂടെ ഒന്ന് സംസാരിക്കും. അച്ഛ, സംസാരിക്കച്ച. അച്ഛ, എന്നെ മോളെ നിന്ന് വിളിച്ച്. അച്ഛ പ്ലീസ് അച്ഛ, എന്തെങ്കിലും ഒന്ന് പറയച്ച. ഇപ്പൊ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാ മതി. അച്ഛന് സംസാരിക്കാനുള്ള ശേഷി തിരികെ കിട്ടി. ഇനി വൈകാതെ അച്ഛൻ പഴയതുപോലെ ആവും, എനിക്ക് ഉറപ്പാ. അമ്മ, അച്ഛൻ സംസാരിച്ചു. അച്ഛ, എന്നെ തല്ലിയതും ശകാരിച്ചതൊന്നും ഞാനിപ്പോ കണക്കിലെടുക്കുന്നില്ല. സിദ്ധു സംസാരിച്ചല്ലോ, അത് മാത്രം മതി എനിക്ക്. സംസാരശേഷി തിരിച്ചു വന്നത്
എന്നെ ശകാരിച്ചുകൊണ്ടാണെന്നുള്ള സന്തോഷമുണ്ട് എനിക്ക്. ശരീരശക്തി തിരികെ കിട്ടിയത് എന്നെ തല്ലിക്കൊണ്ടു. തല്ലിക്കും അതിനെന്റെ ഭർത്താവിന് അവകാശമുണ്ട്. സിദ്ധു കൂടുതൽ സംസാരിക്കുമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിന്ന് തരാം. ഇനി തല്ലിക്കും. എന്തായാലും സിദ്ധു ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള സൂചനകൾ കാട്ടിത്തുടങ്ങി. അതിന് നിമിത്തമായത് ഈ ഞാനും. അതിലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. നന്ദൻ, ദേവിക, അവരുടെ വിവാഹം കഴിഞ്ഞതാണ്. നന്ദന്റെ ഭാര്യ ദേവിക. അവരെ പിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോയാലോ അമ്മ? അതിന് മുരളി സമ്മതിക്കണ്ടേ? എല്ലാവരോടും പോയിക്കോളാൻ പറഞ്ഞില്ലേ? ദേവിക മോള് നന്ദമോൻ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഓരോ ദിവസവും രാത്രി ഉറങ്ങുമ്പോ ചിന്തിക്കുന്നത് നാളെ ഗൗരിക്ക് എന്തൊക്കെ ആഹാരങ്ങൾ ഏതൊക്കെ സമയത്ത് കൊടുക്കണം എന്നാ. ഇന്ന പഴം കഴിച്ച കുഞ്ഞിന് നിറം വെക്കുമെന്ന് കേട്ടാ അത് വാങ്ങിക്കൊണ്ടുവരും. ഇന്ന ഇലക്കറി കഴിച്ച കുഞ്ഞിന് ബുദ്ധി വെക്കുമെന്ന് പറഞ്ഞ അത് വാങ്ങിക്കും. ഇത്രയൊക്കെ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടാവും ഈശ്വരൻ ഇങ്ങനെ വിധിച്ചത്. എന്നാലും ആ പ്രഭാന്റിക്ക് ഗൗരിച്ചി പിടിച്ച് തള്ളാൻ എങ്ങനെ തോന്നി? ചേച്ചി ഗർഭിണിയാണെന്ന് അറിയായിരുന്നില്ലേ? അങ്ങനെ അല്ലെങ്കിലും പ്രഭാന്റി എന്ത് അധികാരത്തിൽ എങ്ങനെ ചെയ്തത്? പ്രഭ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എന്തിനാ കുഞ്ഞിനെ കാണണേ? പോട്ടെ, സാരമില്ലെന്ന് പറയാനോ? അമ്മയുടെ മുഖത്ത് ഒരുപാട് തവണ തല്ലിയിട്ടില്ലേ അവര്? ഇപ്പൊ അവരീ ചെയ്തതിന് തിരിച്ചു കൊടുക്കോ? മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കോ? ഞാനും വരാം. പറ്റോ അമ്മയ്ക്ക്? ചേച്ചി, എന്താ മീരെ? എനിക്കൊരു സ്ഥലം വരെ പോണം. ഒന്ന് കൂടെ വരാവോ? ആ, താങ്ക് യു ചേച്ചി. എനിക്ക് ഡ്രൈവിംഗ് അങ്ങോട്ട് ശരിയായിട്ടില്ല. കൈ അധികം അങ്ങോട്ട് അനക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞ. ചേച്ചി ഡ്രൈവറായിട്ട് വണ്ടി ഓടിക്കും, ഞാൻ മുതലാളിയായിട്ട് പിന്നിലിരിക്കും. പോകാം? പോവാം. അതിരിക്കട്ടെ, എങ്ങോട്ടാ പോവാണ്ടേ? പറയട്ടെ? പറ. സാക്ഷാൽ ശ്രീമാൻ ഗിരീഷിനെ കാണാൻ. അതെ, ഗിരീഷ് മാഷിനെ കാണാൻ. ചേച്ചിയുടെ അതേ റേഞ്ചിലുള്ള കക്ഷിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല, അത് മോളെ, ഞാൻ ഇപ്പഴാ ഓർത്തത്. എനിക്കൊരു അർജന്റ് ജോലിയുണ്ട്. എന്ത് ജോലി? അടുക്കളയിൽ സാമ്പാർ വെക്കണോ? അത് അർജന്റായിട്ട് എനിക്കൊരു മെയിൽ അയക്കാനുണ്ട്. ഇപ്പഴാ ഞാനത് ഓർത്തത്. ഇതുവരെ ഓർത്തില്ല. ഗിരീഷിന്റെ പേര് പറഞ്ഞപ്പോ ഓർത്തല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. വേണ്ട, ഞാൻ ടാക്സി എടുത്ത് പൊക്കോളാം. എന്റെ അവസ്ഥ ഇതായതുകൊണ്ടല്ലേ ചോദിച്ചേ. എന്തായാലും ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ല. എന്താ മോളെ? ഒന്നുമില്ല ആന്റി. എന്നെ
എന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. പക്ഷേ ചേച്ചിക്കെന്തോ തിരക്കുണ്ടെന്ന്. ഞാൻ ടാക്സി എടുത്ത് പൊക്കോളാം. എന്താ പറഞ്ഞേ? ടാക്സിയോ? ഇവിടെ കാറും ഡ്രൈവറും ഉള്ളപ്പോ ടാക്സിയോ? മോളെന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ടോ. ഒന്നുമില്ല ആന്റി. ആ റഫീഖേ, കാർ എടുത്തിട്ട് പുറത്തു പോകാനുണ്ട്. അമ്മേ ഇവള് ഒന്നും പറയണ്ട. മീരമോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോ നിന്നെ കൊണ്ടത് പറ്റില്ല എന്ന് നീ പറഞ്ഞല്ലേ? അല്ലമ്മേ അത് സംസാരിക്കണ്ട രജനി. ഇനി മോള് വാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പൊ തന്നെ മോൾ ആന്റിയെ വിളിക്കണം. വിളിക്കാം ആന്റി. റഫീഖെ, മീരമോൾക്ക് എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ കൊണ്ടുപോകണം. ശരി മാഡം. ബൈ ആന്റി. അമ്മ എന്തിനാ അവൾക്ക് കാറും കൊടുത്ത് ഡ്രൈവറേയും കൂട്ടി വിട്ടത്? മുൻപും അവള് നമ്മുടെ കാറിൽ തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നേ. അത് മാത്രമല്ല, ഇനി നമ്മുടെ കാറും വീടും ഒക്കെ അവളുടേതും കൂടിയല്ലേ. അതിലും അമ്മ കല്യാണക്കാരും കൊണ്ടിടരുതേ. ഞാൻ പറഞ്ഞത് വേറെയാ. അവൾ എവിടേക്കാ പോയതെന്നറിയാമോ? എവിടേക്കാ? ഗിരീഷിനെ കാണാൻ. എന്താ? അമ്മയുടെ ശത്രു ഗിരീഷിനെ കാണാൻ പോയതാന്ന്. കുറെ ദിവസമായി 24 മണിക്കൂർ അവൾക്ക് ഗിരീഷിനെ കുറിച്ച് പറയാനുള്ളൂ. അമ്മയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ? മീര ഗിരീഷിനെ കാണാൻ പോയ നിനക്കെന്താ? എനിക്കെന്ത്? എനിക്കൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ആരും സന്തോഷിക്കണ്ട. വരട്ടെ, ഞാൻ അതിന്റെ രീതിക്ക് സംസാരിച്ചോളാം. ഒരാപത്തിലും മീര ആശുപത്രിയിൽ എത്തിച്ചു. അതിനപ്പുറം ഒരു കടപ്പാടോ ബന്ധമോ വേണ്ട എന്ന് മീരയോട് ഞാൻ പറയാം. മീരയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇത് ബാധക. കടപ്പാടും ബന്ധവും ഒന്നും വേണ്ട. അമ്മേ, നമ്മുടെ വെട്ടുകത്തി ഒന്ന് മൂർച്ച കൂട്ടി വെച്ചേക്കണം. എനിക്ക് പ്രഭാവതിയെ കൊല്ലാൻ. വെറുതെ പറയുന്നതല്ല. എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് അവരങ്ങനെ ഈ ഭൂമിയിൽ വാഴണ്ട. മോളെ എന്താ കൊല്ലൂന്ന് കേട്ടപ്പോ പേടിച്ചോ? കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലും. കൊല്ലും ഞാൻ അവരെ. ഗൗരി, എന്റെ അനിയൻ നന്ദൻ ദേവിക എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നല്ലോ. അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ടാ വിളിപ്പിച്ചത്. ആ, ഇരിക്കണം കുറുപ്പേ. എന്താ സിദ്ധു, എന്തിനാ കുറുപ്പിനോട് വരാൻ പറഞ്ഞത്? അതല്ല അമ്മ സംസാരിച്ചോണ്ടിരിക്കുന്നത്. മോളെ, സംഗതി എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അന്ന് നന്ദനും ദേവിക്കും തമ്മിൽ വിവാഹം കഴിഞ്ഞത് ഞങ്ങൾ ആരും അറിഞ്ഞുകൊണ്ടല്ല. നന്ദൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന് താലി കെട്ടുമായിരുന്നു. ആ സമയത്താ അച്ഛൻ ആക്സിഡന്റായി ഹോസ്പിറ്റലായത്.
പിന്നീട് ആരും അറിയിക്കാതെ അവരങ്ങനെ ജീവിച്ചു. ഇപ്പോ ആ വിവാഹത്തിന്റെ സത്യങ്ങൾ അറിയേണ്ട സമയമായി. അന്ന് രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന്റെ രേഖ ഇപ്പൊ ഞങ്ങൾക്ക് ആവശ്യമായിട്ട് വന്നിരിക്കോ. എന്തായാലും അമ്പലത്തിലെ രജിസ്റ്ററിൽ അത് ഉണ്ടാവുമല്ലോ. ആ ഡാ, നിന്റെ കാര്യോ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നന്ദ ഇവിടെ ഇരിക്കും. മോളെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് മാത്രം പറ. ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം. ഏത് രജിസ്റ്ററാ മോളെ? എന്താ സാറേ ഈ മോള് പറയുന്നത്? അന്ന് നന്ദനും ദേവികയും തമ്മിൽ നടന്ന വിവാഹത്തിന്റെ രജിസ്റ്റർ. അമ്പലത്തിന്റെ രജിസ്റ്ററിൽ ഇവനും ദേവികയും ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ഓ, മനസ്സിലായി. അന്ന് നടന്ന വിവാഹം എനിക്ക് ഓർമ്മയുണ്ട്. നന്ദമോൻ ഒപ്പിട്ട പേജ് വേണമെന്നാണോ ഉദ്ദേശിച്ചത്? എന്ന് പറഞ്ഞാൽ അത് വരനും വധു ഒപ്പിട്ട പേജ് തന്നെയല്ലേ. വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ കോപ്പി കിട്ടിയാലും മതി. എന്താ ചേച്ചി ഇപ്പൊ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? പറയാം. ഇവരുടെ വിവാഹത്തിന്റെ എല്ലാ തെളിവുകളും ആ ക്ഷേത്രത്തിലാ ഉള്ളത്. അത് കിട്ടിയിട്ട് വേണം ഇനി മറ്റ് രജിസ്ട്രേഷൻ നടപടികളൊക്കെ നടത്താൻ. എന്തായാലും ഞാൻ പോയി രജിസ്ട്രാർക്ക് ഒന്ന് നോക്കട്ടെ. എന്തിനാ നോക്കുന്നേ? വിവാഹ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തന്നെ ഒരിക്കൽ എനിക്ക് തന്നിട്ടുള്ളതല്ലേ? ആന്നോ? പിന്നെന്തിനാ മറ്റൊന്ന്? ആ സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിലുണ്ടോ? ഇല്ല, അത് കളഞ്ഞുപോയി. കാണുന്നില്ല. ഓ, അത് കുഴപ്പമൊന്നുമില്ലെന്നേ. മുമ്പ് തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് എടുക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കല്യാണങ്ങളുടെ രേഖകളും കമ്പ്യൂട്ടർ കേട്ടിട്ടുണ്ട്. ആ രേഖ കിട്ടിയിട്ട് വേണം നന്ദന്റെയും ദേവികയുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് നടന്നിട്ടുള്ള വിവാഹം നന്ദമ്മോന്റെയും ദേവികയുടെയും അല്ലല്ലോ. അന്ന് നന്ദമ്മോന്റെ കൂട്ടുകാരനല്ലേ വരന്റെ സ്ഥാനത്ത് നിന്നത്? പേര് മുരളി, ഒരു ഓട്ടോക്കാരൻ. ആ അതെ, അങ്ങനെ തന്നെ. രജിസ്റ്ററിൽ അങ്ങനെ തന്നെയാ. ദേവികയുടെയും മുരളിയുടെയും വിവാഹമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്താ ഈ പറയുന്നേ? നന്ദമ്മോൻ സാക്ഷിയായിട്ടല്ലേ അതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാ. എടോ, താൻ കള്ളം പറഞ്ഞാലുണ്ടല്ലോ. കള്ളമല്ല, സത്യമാ സാറേ ഞാൻ പറയുന്നത്. എനിക്ക് തന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനല്ലേ? എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതാ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഇത് ചതിയാ, ഇത് ഗൂഢാലോചനയാ. തന്നെ ഞാൻ വെറുതെ വിടില്ലടോ. കള്ളം പറയുന്നോടോ. നന്ദ, എന്താ ഇത്? സത്യം പറ,
ആര് പറഞ്ഞിട്ടാണോ താൻ ഈ കളിയൊക്കെ കളിക്കുന്നേ? കൈയ്യട് പറയണോ? നന്ദ, കൈയെടുക്ക്. സാറിന്റെ മോൻ നന്ദഗോപൻ ഒരു പെൺകുട്ടിയും കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. വിവാഹം നടത്താനാ വന്നിരിക്കുന്നത്. കോളേജിൽ നിന്നുള്ള വരവാ. അന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞത് നന്ദൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നോന്നും കല്യാണം നടത്തി കൊടുക്കട്ടെ എന്നും അല്ലേ? അതെ, അങ്ങനെ ഞാൻ കരുതിയത്. പക്ഷേ പിന്നീട് കഥ മാറി. മുരളിയാ കല്യാണം കഴിച്ചത്. എടോ, ഓരോന്ന് പറയുന്നോടോ. സത്യം പറയണോ? വിടാൻ ചെയ്തൂല്ലേ? തരുവോടോ? സത്യം പറയണോ? സാക്ഷികളുണ്ട്. ആ പെൺകുട്ടിയുടെ അച്ഛൻ അന്ന് അവിടെ വന്ന് MLA-യുടെ മോനല്ല, ഒരു ഓട്ടോ ഡ്രൈവറാണ് എന്റെ മോളെ കെട്ടിയെന്ന് പറഞ്ഞ് ബഹളം വെച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇയാൾ പറയുന്നത് സത്യമാണോ? ദേവികയുടെ അച്ഛൻ അന്നവിടെ വന്നിരുന്നോ? ആ, വന്നു. എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞു. കണ്ടോ, ഇനി വേറെ സാക്ഷികളുണ്ട്. ആ കല്യാണത്തിന് ആ രജിസ്റ്ററിൽ ആദ്യം സാക്ഷിയായി ഒപ്പിട്ടത് ഈ നിൽക്കുന്ന നന്ദൻ മോനാണ്. എടോ, കള്ളം പറഞ്ഞോണ്ടല്ലോ. എന്തിനാ സാറേ എന്നെ ഇതിനകത്തൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനങ്ങ് പൊയ്ക്കോട്ടെ. എടോ, എന്നെ വിടാൻ. താൻ ആർക്ക് വേണ്ടി ഈ കളിയൊക്കെ കളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൈയെടുക്കാൻ. എന്നെ വിടാൻ. കൈയെടുക്കാനാ പറഞ്ഞ. തന്നെ ഇന്ന് ഞാൻ. നന്ദ, നന്ദ, എന്താ നീ കാണിക്കുന്നേ? എടോ, തന്നെ ഇത് കൊല്ലുവോ? എടോ, തനിക്കൊന്നും അറിയില്ലല്ലോ. എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ നോക്കണം. നന്ദ, വിട്. നീ എന്താ ഈ കാണിക്കുന്നത്? നീ എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇയാളെ അല്ല ക്രൂശിക്കേണ്ടത്. എന്തോ സാറേ ഇത്? ഞാൻ സാറിന്റെ കൂടെയുള്ള ആളല്ലേ? എന്നിട്ടിപ്പോ വീട്ടിൽ വിളിച്ചു വരുത്തിട്ട് തല്ലുകാന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇനി ഉപദ്രവിച്ചാൽ ഞാൻ പോലീസിൽ പരാതിപ്പെടും. പോയി പോലീസിനെ വിളിക്കണോ? ഒന്നുമല്ലെങ്കിലും സാർ ഒരു MLA അല്ലേ സാർ? എന്നെ അടിച്ചില്ലേ? ദൈവം ചോദിച്ചോളൂ.